മോഹൻലാൽ ചിത്രം ബാറോസിന് വരവേൽപ്പ് നൽകാൻ ആരാധകർ തിയേറ്ററിലേക്ക്. ഹരികൃഷ്ണൻ തിരുവനന്തപുരം ഏരീസ് പ്ലക്സിലുണ്ട്. ഹരിയിലേക്ക് പോവുകയാണ്. ഹരി, ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. 18-ാം വയസ്സിൽ തുടങ്ങിയ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം, അത് എത്രത്തോളം ആവേശത്തിലാണ് ആരാധകർ? വലിയ ആഘോഷം തന്നെയാണ് നടക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ഇവിടെ ആരാധകരൊട്ടാകെ എടുത്തു നോക്കിയാൽ ആവേശഭരിതമാണ്. ഇവിടെ തിയേറ്റർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എല്ലാ അർത്ഥത്തിലും ഇവിടെ ഒരു ആവേശമാണ്, ഇവിടെ ചില ഓളം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം, 44 വർഷത്തെ സിനിമ ജീവിതം, അതെല്ലാം ഇപ്പോഴൊരു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ 3D ചിത്രം, അത് കുട്ടികൾക്ക് വേണ്ടി ഇരിക്കുന്ന ചിത്രമാണ്. പക്ഷെ അതിന് പോലും ഫാൻസ് എന്ന രീതിയിൽ, ആരാധകർ എന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടെ മുഴുവനായിട്ട് എടുത്ത് നോക്കിയാൽ ആഘോഷങ്ങൾ 8:30 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ആ ആഘോഷ പരിപാടികൾക്കിടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായും ചില കാര്യങ്ങൾ എടുത്തു നോക്കേണ്ടത്, അതോടൊപ്പം നമ്മളൊപ്പം നിൽക്കുന്നത് കുറച്ച് കുട്ടികളാണ്. ആ കുട്ടികളെ എടുത്ത് നോക്കണം. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും ഈ സിനിമ കാണാൻ വേണ്ടി എത്തിയിരിക്കും. നമ്മൾ അവരുടെ ആഘോഷ പരിപാടികൾ നമ്മൾ നോക്കണം. ഒന്നും തോന്നില്ല. എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ട്. നമുക്ക് ആ ആഘോഷത്തിനിടയിൽ ആളുകളിലേക്കും കൂടി പോവുകയാണെങ്കിൽ വലിയൊരു തിരക്ക് തന്നെ ഈ തിയേറ്ററിന് മുന്നിലുള്ള കാണാൻ പറ്റും. അത്രയധികം ആവേശത്തിൽ മോഹൻലാൽ ആരാധകർ ഉൾപ്പെടെ, അതിപ്പോ കൊച്ചുകുട്ടികളെന്നില്ല, മുതിർന്നവരിൽ നിന്നില്ല, 44 വർഷത്തെ സിനിമാ ജീവിതം ഒട്ടാകെ ഉള്ള ഒരു ആരാധക കൂട്ടമാണ് ഇപ്പോൾ ഏരീസ് പ്ലക്സ് മുന്നിൽ കാണുന്നത്. അത്രയധികം ആവേശത്തിൽ എല്ലാവരും ഈ സിനിമ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആദ്യ ഷോ ഇവിടെ 9:30-ക്കാണ് തുടങ്ങുന്നത്. ആ 9:30-ക്ക് മുന്നോടിയായിട്ടുള്ള എല്ലാ ആഘോഷ പരിപാടികളും ഇവിടെ തിയേറ്ററിന് മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും മതി മറന്ന് ആഘോഷിക്കുകയാണ്. പ്രതീക്ഷ
വലിയൊരു ആവേശം നിറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ എഴുതപ്പെടും. ബാറോസ് എന്ന സിനിമ ഇന്ത്യൻ സിനിമയിൽ എഴുതപ്പെടും. ഇന്ത്യൻ ചരിത്രത്തിൽ എഴുതപ്പെടും എന്നുള്ളതാണ് ആരാധകരുടെ ഭാഷ്യം. എന്തായാലും തിയേറ്ററിനകത്തേക്ക് ആളുകൾ കയറി തുടങ്ങി. തിയേറ്ററിനകത്തേക്ക് ആളുകൾ കയറി പോകുന്നൊരു കാഴ്ചയാണുള്ളത്. എന്തായാലും ഇത്രയധികം ജനക്കൂട്ടം, പ്രത്യേകിച്ച് ആദ്യത്തെ ഷോയ്ക്ക് കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. സാധാരണയായി ആദ്യ ഷോകളിലൊക്കെ തന്നെ മുതിർന്നവർ മാത്രം കാണുമ്പോൾ ഇത് ഒരുപറ്റം വിദ്യാർത്ഥികൾ, ഒരുപറ്റം കുട്ടികൾ കൂടി ഈ സിനിമ ഏറ്റെടുക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3D ചിത്രം കൂടിയാണ്. കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ സിനിമയുടെ ട്രെയിലറൊക്കെ തന്നെ പോയിരുന്നത്. എന്തായാലും അത്രയധികം കൂട്ടമുണ്ട്, അത്രയധികം ആരാധകരുണ്ട്. എങ്ങനെയാണ് പ്രതീക്ഷ? എന്താണ്? വലിയ പ്രതീക്ഷയിലാണ്. മോഹൻലാൽ ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ അപ്പൊ ഫാൻസ് ഒന്നൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ്. 3D ആണ്. നാളെ കുട്ടികൾ എന്തായാലും ഈ ഒരു ക്രിസ്മസ് ലാലേട്ടൻ കൊണ്ടുപോകും എന്നാണ് ഒരു പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ആരാധകർ മൊത്തം അത്രേ ഉള്ളൂ. വലിയൊരു ആത്മവിശ്വാസത്തിലാണ് അശ്വതി എല്ലാ ആരാധകരും ഉള്ളത്. അപ്പം ആ ഒരു ആവേശം മുഴുവൻ ഈ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ദിനത്തിൽ ലാലേട്ടന് വക ഒരു സർപ്രൈസ് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ പണം നല്ലതായിരിക്കും. അത് ടിക്കറ്റുകൾ എല്ലാവരും ഒമ്പതരയ്ക്കുള്ള ആദ്യ ഷോയുടെ ടിക്കറ്റുകൾ കാണാം. അത്രയധികം ആവേശത്തില് ടിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ നിൽക്കുന്നത്. അത്രയധികം ആവേശം എല്ലാ രീതിയിലും ഈ തിയേറ്റർ ഒട്ടാകെ ആരാധകർ ഏകദേശം 8:30 മണിയോടുകൂടി തന്നെ, ഒരു മണിക്കൂർ മുന്നേ തന്നെ ആരാധകർ ഒത്തുകൂടുകയും ചെയ്തവരെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമ ഉറ്റുനോക്കുന്നത്. അശ്വതി, എന്തായാലും ഇപ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്ന നിമിഷവും കൂടിയാണ്. ആരാധകർ എല്ലാവരും ഒരുമിച്ച് അവരുടെ ഇഷ്ടപ്പെട്ട താരത്തെ കാണാൻ, അവരുടെ ഇഷ്ടപ്പെട്ട താരത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് ഹരി, ആ ആവേശം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാവിലെ ഇപ്പോൾ 9:30-ക്കാണ് ആദ്യ ഷോ എന്ന് മനസ്സിലാകുന്ന ഏരീസ് ഫ്ലക്സിലാണ് ഹരി ഉള്ളത്. ഹരിയിലേക്ക് ഞാൻ വരാം. കാരണം ബാറോസ് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് മോഹൻലാലിന്റെ കരിയറിലും. ആദ്യ സംവിധാന സംരംഭം എന്നതിനപ്പുറം ബാറോസിന്റെ പ്രത്യേകതകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം ഹരി. അതിനു മുൻപ് ഫാൻ ബോയ് എന്ന നിലയിൽ അഭിമാന നിമിഷം എന്നാണ് നടൻ മണിക്കുട്ടൻ പ്രതികരിച്ചത്. ലാലേട്ടന്റെ സിനിമാ ജീവിതത്തിലെ പൊൻതൂവലായ ബാറോസ് വലിയ തരംഗം സൃഷ്ടിക്കുമെന്നും മണിക്കുട്ടൻ പറഞ്ഞു. ആദ്യമേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഹാപ്പി ക്രിസ്മസ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, എൻ്റെ ലാൽ സാറ്, അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു പൊൻതൂവൽ കൂടെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഇതൊരു ആഘോഷമാക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. എന്തായാലും എല്ലാവരും കാണുക. സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇറങ്ങിയിട്ട് എല്ലായിടത്തും അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ലാലേട്ടൻ ഫാൻസിന് എല്ലാവർക്കും ഇതൊരു ആഘോഷമാണ്. ഹരികൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി. ഹരി, അതുതന്നെയാണ് ഇത്രയും കാലം സിനിമയിൽ നിന്നിട്ടും വളരെ വൈകിയാണ് ഒരു സംവിധാന സംരംഭത്തിലേക്ക് മോഹൻലാൽ കടക്കുന്നത്. അപ്പോൾ ബറോസ് അതിന്റെ പ്രത്യേകതകൾ കൂടി പ്രേക്ഷകർക്കായി. അശ്വതി, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ചരിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യ സിനിമാസ്കോപ്പ് മുതൽ ആദ്യ 3D വരെ എല്ലാം ഒരുക്കിയത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുക്കുന്നത് മലയാള സിനിമയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു റിയൽ 3Dയിൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സിനിമ, അതും 44 വർഷത്തെ സിനിമ എക്സ്പീരിയൻസും കരിയറുമുള്ള മോഹൻലാലിനെ പോലെ ഒരു നടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നു. അതിൽ ക്യാമറ ചലിപ്പിക്കാൻ സന്തോഷവനെത്തുന്നു. അങ്ങനെ ഒരു വലിയ താരനിര, പ്രത്യേകിച്ച് അണിയറ പ്രവർത്തകർ തന്നെയായി അങ്ങനെ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്യാൻവാസിൽ, ഇപ്പോഴും ഇത് ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് പുറത്തുവിട്ടിട്ടില്ല, അത്രയധികം ക്യാൻവാസിൽ ഒരുക്കപ്പെടുന്ന ഒരു സിനിമ. അത് മോഹൻലാൽ എന്ന നടനൊരു താരരാജാവ് എന്നൊക്കെ മലയാളികൾ നെഞ്ചിലേറ്റുന്ന താരം ആദ്യമായി സംവിധാനം ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഹൻലാലിനെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു മാസ് ആക്ഷൻ പരിവേഷത്തിലുള്ള ലാലേട്ടനിൽ നിന്നൊക്കെ മാറി കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഫാന്റസി ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു, കുട്ടികളെ ആകർഷിക്കുന്നു. ആ രീതിയിലേക്ക് സിനിമയ്ക്ക് വരുന്നു. ഇതിന്റെ ട്രെയിലർ ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പോലും അത്രയധികം ക്യാൻവാസിൽ ഒരുക്കപ്പെടുന്ന ഒരു സിനിമ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ബറോസ് എന്ന ചിത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് റിയൽ 3Dയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഇതിന്റെ
താരങ്ങൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ തന്നെ പോർച്ചുഗൽ, സ്പെയിന്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന മലയാള സിനിമയുടെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. അതിന്റെ എത്രമാത്രമാണ് അതിന്റെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് അങ്ങനെ മലയാളി താരങ്ങളല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, UK യിൽ നിന്നുള്ള പെൺകുട്ടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നായികയെ എഴുത്തുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ബൗണ്ടറികൾ താണ്ടി, അതിർവരമ്പുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് ബറോസ് എന്ന സിനിമ വരുന്നത്. മാത്രമല്ല ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഈ സിനിമയുടെ എത്ര വർഷത്തെ സംവിധാനത്തിന്റെ നാളുകൾ ഉണ്ടായിരുന്നു മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് അദ്ദേഹം മറ്റ് സിനിമകൾ പോയി അഭിനയിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതൊരു 2018-17 മുതൽ ഈ സിനിമയുടെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം 2020-21 ആയപ്പോഴേക്കും ഇതിന്റെ പൂജകൾ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോവിഡ് വരുന്നു. അത് കഴിഞ്ഞ് എന്നാൽ പോലും ഈ സിനിമ ഷെൽഫിലാകാതെ ഇത് റിലീസിന് ഒരുങ്ങുന്നു. പല ദിവസങ്ങൾ പോലും ഈ സിനിമ പല ദിവസങ്ങളിലേക്കും ഇത് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവസാനം ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ അതേ ദിവസം ഡിസംബർ 25 മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയും റിലീസിനെത്തുന്നത് എന്നുള്ളതാണ്. അതായത് മോഹൻലാൽ ആദ്യമായി വില്ലൻ വേഷത്തിൽ, ഇപ്പോൾ ആ സിനിമയിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ആ സിനിമയിലാണ് മോഹൻലാൽ എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതിന് മുമ്പ് തിരുനോട്ടം എന്ന സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ആ ഒരു സിനിമ വന്നതിന് ശേഷം അതേ ദിവസത്തിൽ തന്നെ ആദ്യ സംവിധാന സിനിമയും കൂടി ഇറക്കാൻ സാധിക്കുന്നുള്ളത് മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം, ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക മൈൽ സ്റ്റോൺ തന്നെയാണ്. ആ ഒരു ആവേശം തന്നെയാണ് നമ്മൾ ഇത്രയധികം തിയേറ്ററിൽ നിന്ന് കണ്ടത്. 9:30 ആദ്യ ഷോ ആരംഭിക്കുകയാണ്. അത്രയധികം ആവേശത്തിൽ ആരാധകരുമുണ്ട്. ഇവരെല്ലാവരും തന്നെ മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ കംബാക്കിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇതുപോലെ നേരെന്ന ചിത്രവും മോഹൻലാലിന് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയാണ്. ആ സിനിമ ഡിസംബറിലായിരുന്നു റിലീസ്. അതുപോലെ തന്നെ മറ്റൊരു ഡിസംബർ കാലത്ത് വരുമ്പോഴേക്കും മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയും കൂടി എങ്ങനെയായിരിക്കാം എത്തുക എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലുണ്ട്. 3D ആണ്, കുട്ടികളെ എത്രമാത്രം ആകർഷിക്കും, അതോടൊപ്പം തന്നെ ഫാമിലി ഓഡിയൻസ്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകുക. ഹരി, 9:23 ആയി, 9:30 ഷോ തുടങ്ങും. ഹരി എന്തായാലും പോയി ഷോ കാണും. അതിനുശേഷം നമുക്ക് 12:30 ആ സമയമാകുമ്പോൾ പ്രേക്ഷകരിലേക്ക് അതിന്റെ റിവ്യൂ എത്തിക്കാം.